ഡിയർ സ്റ്റുഡൻസ്, ടെസ്റ്റിങ്ങിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലോട്ടാണ് നാം പോകുന്നത്. ഈ വീഡിയോയിൽ ടെസ്റ്റിങ്ങിൻ്റെ സ്ട്രാറ്റജിക് അപ്രോച്ചസും പിന്നെ അടുത്ത വീഡിയോയിൽ സ്ട്രാറ്റജിക് ഇഷ്യൂസുമാണ് പറയുന്നത്. സ്ട്രാറ്റജിക് അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ അതായത് ഒരു ടെക്നിക്കലായിട്ട് ആ ടെസ്റ്റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കലാണ് സ്ട്രാറ്റജിക് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ സ്ട്രാറ്റജി എന്ന് പറയാൻ കാരണം ഷുഡ് ബി ഫ്ലെക്സിബിൾ ഇനഫ് ടു പ്രൊമോട്ട് എ കസ്റ്റമൈസ്ഡ് ടെസ്റ്റിംഗ് അപ്രോച്ച്. അത് നമുക്ക് ഇഷ്ടമുള്ള ആ ടെസ്റ്റിംഗ് രീതികൾ നമുക്ക് ചൂസ് ചെയ്യാം. ഇന്ന ടെസ്റ്റിംഗ് ആണ് നടത്താമെന്നില്ല, അത് ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ടെസ്റ്റിംഗ് ഏത് വേണമെങ്കിൽ നടത്താം. ഒരുപാട് തരം ടെസ്റ്റിംഗ് ഉണ്ട്. അതിൽ നമുക്ക് ആ സ്യൂട്ടബിളായ ടെസ്റ്റിംഗ് തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുന്നതാണ് ടെസ്റ്റിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. അറ്റ് ദി സെയിം ടൈം ഇറ്റ് മസ്റ്റ് ബി റിജിഡ് ഇനഫ് ടു എൻകറേജ് റീസണബിൾ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ട്രാക്കിംഗ് ആസ് ദ പ്രൊജക്റ്റ് പ്രോഗ്രസസ്. അതായത് പറയുന്നത് ഈ സോഫ്റ്റ്വെയർ പ്ലാനിങ്ങിൻ്റെ സമയത്ത് കറക്റ്റായിട്ടുള്ള പ്ലാനിങ്ങും മാനേജ്മെൻറ്റും ഇല്ലെങ്കിൽ എറേഴ്സ് ഒരുപാട് വരാനും ടെസ്റ്റിങ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുകയും ചെയ്യും. ഷൂമാനാണ് ഈ ഒരു സ്ട്രാറ്റജിക് ഇഷ്യൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി സ്ട്രാറ്റജിക് അപ്രോച്ച്, ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ സ്ട്രാറ്റജിക് അപ്രോച്ച് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് ടെസ്റ്റിംഗ് എന്താണ് എന്നാണ് പറഞ്ഞ ഡെഫിനിഷൻ തന്നെ പല രീതിയിലായിട്ട് നമ്മൾ പറയുന്നേ ഉള്ളൂ. Testing is a set of activities that can be planned in advance and conducted systematically. ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് ദാറ്റ് ക്യാൻ ബി പ്ലാൻഡ് ഇൻ അഡ്വാൻസ് ആൻഡ് കണ്ടക്റ്റഡ് സിസ്റ്റം. അതായത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പ്ലാനിങ്ങും അത് കറക്റ്റായ രീതിയിലുള്ള പ്രോസസ്സുമാണ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. മറ്റൊരു തരത്തിൽ നമുക്ക് പറഞ്ഞാൽ ടു ഡിറ്റക്റ്റ് ദ എറേഴ്സ് ഇൻ സോഫ്റ്റ്വെയർ എന്ന് പറയാം. A number of software testing strategies has been proposed in the literature. All provide you with a template for testing and all are the following generic characteristics. അതായത് ഒരുപാട് തരത്തിലുള്ള സ്ട്രാറ്റജിക് അപ്രോച്ചുകൾ ഈ ലിറ്ററേച്ചറിൽ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അതിൻ്റേതായിട്ടുള്ള ടെംപ്ലേറ്റുകളുണ്ട്, അതായത് പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ട്. ഓൾ ഹാവ് ദ ഫോളോവിങ് ജനറിക് ആണ്. എല്ലാറ്റിനുമുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് പറയുന്നത്. ഏതൊരു ടെസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാലും കോമൺ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. അതിനാണ് സ്ട്രാറ്റജിക് അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് ടു പെർഫോം എഫക്റ്റീവ് ടെസ്റ്റിംഗ് യു ഷുഡ് കണ്ടക്ട് എഫക്റ്റീവ് ടെക്നിക്കൽ റിവ്യൂസ്. കറക്റ്റായിട്ടുള്ളൊരു എഫക്റ്റീവായിട്ടുള്ള ടെസ്റ്റിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ അതിനെന്താണ് എഫക്റ്റീവായിട്ടുള്ള ടെക്നിക്കൽ റിവ്യൂസാണ്. എഫക്റ്റീവായിട്ടുള്ള ടെക്നിക്കൽ റിവ്യൂ ഉണ്ടെങ്കിൽ മാത്രം, ടെക്നിക്കൽ റിവ്യൂ നല്ല ഉള്ള ആൾക്കാർക്ക് മാത്രമേ ടെസ്റ്റിംഗ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. ബൈ ഡൂയിങ് ദിസ് മെനി എറേഴ്സ് വിൽ ബി എലിമിനേറ്റഡ് ബിഫോർ ടെസ്റ്റിംഗ് കമൻസസ്. അത് ശരിക്കും ടെസ്റ്റിംഗ് പ്രോസസ്സിന് മുന്നേ തന്നെ പരമാവധി എറേഴ്സ് റിമൂവ് ചെയ്ത് കളയാൻ അത്തരത്തിലുള്ളവർക്ക് കഴിയും. ടെസ്റ്റിംഗ് ബിഗിൻസ് അറ്റ് ദി കോമ്പൗണ്ട് ലെവൽ ആൻഡ് വർക്ക്സ് ഔട്ട്വേർഡ് ടുവേർഡ് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് ദി എൻറ്റയർ കോമ്പൗണ്ട് ബേസ്ഡ് സിസ്റ്റം. ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ബിഗിൻസ് അറ്റ് കമ്പൗണ്ട് ലെവൽ ആൻഡ് വർക്ക്സ് ഔട്ട്വേർഡ് ടുവേർഡ് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് ദി എൻറ്റയർ കമ്പൗണ്ട്. അതായത് കമ്പൗണ്ട് ലെവൽ ഇൻറ്റഗ്രേഷനാണ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതൊരു ബ്രാഞ്ചായിട്ട് പോകുന്നതാണ്. അതെന്താണ് ഇങ്ങനെ ബ്രാഞ്ചായിട്ട് പോകുന്നതാണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു മോഡ്യൂളിൽ നിന്ന് മറ്റൊരു മോഡ്യൂളിലേക്ക് അങ്ങനെ പോകുന്ന ഒരു ടെസ്റ്റിംഗ് ആണ്. അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. Different testing techniques are appropriate for different software engineering approaches at a different point in time. പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങുകളുണ്ട് എന്ന് പറഞ്ഞു. പല സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ പല സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൽ പല ടെസ്റ്റിങ്ങുകളാവും പ്രോപ്പറായിട്ട് ഉണ്ടാവുക. അതാണ് യൂസ് ചെയ്യുന്നത്. ഏതാണോ അത് ഏത് സോഫ്റ്റ്വെയർ അപ്രോച്ചാണ് അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതാണ് അതിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഡിഫറെൻറ്റ് ടൈമിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് രീതികൾ യൂസ് ചെയ്യേണ്ടി വരും. Testing is conducted by the developer of the software and an independent test group.
ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡെവലപ്പറാണ് എന്താണ് സോഫ്റ്റ്വെയറിൽ കണ്ടക്ട് ചെയ്ത സോഫ്റ്റ്വെയർ എൻഡിൽ ഡിസൈനിങ് കഴിഞ്ഞ് കോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നടത്തുന്ന പ്രോസസ്സാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ടെസ്റ്റ് ഗ്രൂപ്പ് എന്നാണ് ഒരു വലിയ പ്രൊജക്റ്റ് ഗ്രൂപ്പാണെങ്കിൽ അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഗ്രൂപ്പും കൂടി ഉണ്ടായിരിക്കും, ടെസ്റ്റിംഗ് മാത്രം കണ്ടക്ട് ചെയ്യാൻ കഴിയുന്ന. ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗിങ് ആർ ഡിഫറെൻ്റ് ആയിട്ട് ടെസ്റ്റിങ്ങും ഡീബഗിങ്ങും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതാണെങ്കിലും രണ്ട് ആക്ടിവിറ്റിയാണ്. ഡീബഗിങ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് വരുന്നൊരു സ്ട്രാറ്റജി തന്നെയാണ്. അതായത് ടെസ്റ്റിംഗ് വഴി ടെസ്റ്റിംഗ് വഴി സ്കാൻ ചെയ്ത് നടത്തുന്ന വർക്കിലെ എറേഴ്സിനെ ഇല്ലാതാക്കുന്നതാണ് ഡീബഗിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടെസ്റ്റിംഗ് നടത്തിയാലേ എറേഴ്സ് ഉണ്ടാവും, എറേഴ്സ് ഉണ്ടായാലേ ഡീബഗിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതായത് ഡീബഗിങ് എന്ന് പറയുന്നത് ടെസ്റ്റിങ്ങിനുള്ള ഒരു പ്രോസസ്സാണെന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്ട്രാറ്റജിക് അപ്രോച്ചിൽ പറയുന്ന 6 ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. 1, 2, 5 To perform effective testing, you should conduct effective technical reviews. By doing this, many errors will be eliminated before testing commences. രണ്ടാമത്തത് ടെസ്റ്റിംഗ് begins at the component level and work outward toward the integration of the entire computer-based system. Different testing techniques are appropriate for different software engineering approaches at the different point in time. Testing is conducted by the developer of the software and an independent test group. Testing and debugging are different activities, but debugging must be accommodated in any testing strategies. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു സ്ട്രാറ്റജിക് അപ്രോച്ചസിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.